ക്ഷേമ പെൻഷൻ അനർഹമായി നേടിയതായി കണ്ടെത്തിയ സർക്കാർ ജീവനക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ ആദ്യമായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുകയാണ്. മൃഗസംരക്ഷണ വകുപ്പിലെ പട്ടികയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തെ വെറ്ററിനറി ഡോക്ടറെ മാതൃഭൂമി ന്യൂസ് കണ്ടെത്തി. സർക്കാർ ജോലി കിട്ടിയ 2018 തന്നെ ക്ഷേമ പെൻഷൻ ഒഴിവാക്കാൻ മലയിൽക്കീഴ് പഞ്ചായത്തിന് അപേക്ഷ നൽകിയിരുന്നതായി ഡോക്ടർ ശോഭാ ചന്ദ്ര മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തനിക്ക് ക്ഷേമ പെൻഷന്റെ ആവശ്യമില്ലാത്തതിനാൽ മസ്റ്റർ ചെയ്തിട്ടില്ല, ഒന്നും ഒളിക്കാനില്ല എന്നും ഭിന്നശേഷിക്കാരിയായ അവർ പറയുകയാണ്. അവരുടെ പ്രതികരണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ മൃഗസംരക്ഷണ വകുപ്പിലെ 74 ജീവനക്കാരുടെ വിവരങ്ങൾ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ആദ്യമായാണ് ക്ഷേമ പെൻഷൻ ഈ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാൾ മാധ്യമത്തോട് സംസാരിക്കാൻ തയ്യാറാകുന്നത്. ഇതിൽ പറയുന്നത് ശോഭാ ചന്ദ്ര CS, പെൻ നമ്പർ 834979, വെറ്റിനറി സർജൻ, വെറ്റിനറി ഡിസ്പെൻസറി, കൊല്ലയിൽ. ഇന്ദിരാഗാന്ധി ദേശീയ ഡിസബിലിറ്റി പെൻഷൻ സ്കീം കിട്ടുന്നു എന്നതാണ്. തിരുവനന്തപുരം മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഈ പെൻഷൻ അനുവദിക്കപ്പെടുന്നത്. ഏപ്രിൽ മാസം 2019 വരെ 13,216 രൂപ കൈപ്പറ്റിയതായാണ് ഇതിലുള്ളത്. ഇത് ഈ മൃഗ ഡോക്ടർ താങ്കളാണ്? പേര് എൻ്റെതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ തന്നെ സ്കോളർഷിപ്പ് വികലാംഗ ആയതുകൊണ്ട് വികലാംഗ സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം ജോലി പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലി ഇല്ലായിരുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത പ്രകാരം എനിക്ക് കിട്ടി വികലാംഗർക്കുള്ള പെൻഷൻ. അപ്പോൾ അത് ഞാൻ ജോലി കയറിയത് 2018 ലാസ്റ്റാണ്. അപ്പോൾ തന്നെ പഞ്ചായത്തിൽ അറിഞ്ഞ് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് ഞാൻ ജോലിയിലുള്ള കാര്യം. പഞ്ചായത്തിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങി. ഞാൻ ഇതിനെക്കുറിച്ച് ബോധേഡല്ല. അപ്പോൾ ഞാൻ ഇത് ഒരിക്കലും ഇങ്ങനെ എൻ്റെ വിചാരം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കട്ടായി പോകും എന്നുള്ള ഇതാണ്. ഇപ്പം ഈ ഒരു ഇത് വന്നപ്പോഴാണ് ഞാനും അറിയുന്നത്. അപ്പോൾ ഈ ശമ്പളം എനിക്ക് നല്ല എമൗണ്ടാണ് ശമ്പളം കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, വെറ്റിനറി സർജൻ്റെ സ്കെയിൽ ഓഫ് പേ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ അറിയിച്ചു, അതൊരു പ്രകാരം കട്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. മെസ്സേജോ അങ്ങനെ അക്കൗണ്ടിലെ വിവരങ്ങളൊന്നും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ 1,600 രൂപ പെൻഷൻ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല? അല്ല, അന്ന് 1,600 അല്ല 1000 ആണ്. ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി നോക്കുമ്പോൾ ചേരുന്നത്. പ്രശാന്ത്, വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കിയ വാർത്തയാണ് ഇങ്ങനെ സർക്കാരിന്റെ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്ന പല ആളുകളും വലിയ ശമ്പളം വാങ്ങുന്ന പല ആളുകളും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നത്. അവരുടെ പേരുവിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന ചർച്ചകളൊക്കെ ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർ സ്വന്തം നിലയിൽ നമുക്ക് മുന്നിലേക്ക് വരികയും അതിങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ തനിക്കുണ്ടായ ഭിന്നശേഷിയുടെ ഭാഗമായി ലഭിക്കുന്ന സർക്കാരിന്റെ സഹായങ്ങൾ ഉണ്ടായത്, അതിന്റെ തുടർച്ചയാണ്. മാത്രമല്ല, ഞാൻ പോയി മലയൻകീഴ് പഞ്ചായത്തിൽ എഴുതി കൊടുത്തതുമാണ് ഇത് വേണ്ട എന്ന്. എന്നിട്ടും അത് ഇപ്പോഴും കിട്ടുന്നു, തന്നെ ക്രൂശിക്കരുത് എന്നതാണ് അവരുടെ വാക്കുകളുടെ ഉള്ളടക്കം. യെസ്, ഒരു പക്ഷേ ഇൻഡിവിജ്വലായി ആ കേസിൽ മെറിറ്റ് ഉണ്ടാകാം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, എല്ലാ കേസുകളും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം അഭിലാഷ്, ഈ പട്ടിക 74 പേരുടെ പട്ടികയിൽ ഒരു മൃഗ ഡോക്ടർ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ, മൃഗ ഡോക്ടർ എന്ന് പറയുമ്പോൾ വലിയ ശമ്പളം വാങ്ങുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാരാണ് എന്ന് അന്വേഷിച്ച് ഞാൻ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി ആശുപത്രിയിൽ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അവരെ ബന്ധപ്പെട്ടു. അവർ കഴിഞ്ഞ ദിവസം വൈകിട്ട് നേരിട്ട് കാണാമെന്ന് സംബന്ധിച്ച് അങ്ങനെ കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് 2018 അവർക്ക് ജോലി കിട്ടിയതിന് ശേഷം അവർക്ക് ഈ ശോഭാ ചന്ദ്ര അവർക്ക് ഈ ക്ഷേമ പെൻഷന്റെ ആവശ്യം ഇനി തനിക്കില്ല എന്ന് എഴുതി കൊടുത്തു മലയൻകീഴ് പഞ്ചായത്തിൽ. പക്ഷേ മലയൻകീഴ് പഞ്ചായത്ത് ഇതിന്റെ നടപടികൾ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് 2019 ഏപ്രിൽ വരെ ക്ഷേമ പെൻഷൻ വാങ്ങിയവരുടെ അതിനുശേഷം ഇവർക്കൊന്നും പെൻഷൻ കിട്ടിയിട്ടില്ല. വാങ്ങിയവരുടെ പട്ടിക പുറത്തിറക്കിയപ്പോൾ അവരുടെ പേര് ഉൾപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് വിശ്വാസത്തിലെടുത്താണെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരെല്ലാവരും ഒന്നുകിൽ അവർക്ക് ജോലി കിട്ടും മുൻപ്, പലരും ജോലി കിട്ടുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം, ഈ ഇതുപോലെ ഭിന്നശേഷി പെൻഷനൊക്കെ വാങ്ങുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് പിന്നീട് ജോലി കിട്ടിയതിന് ശേഷം പഞ്ചായത്തിൽ അറിയിക്കുന്നു എനിക്കിനി പെൻഷൻ വേണ്ട എന്ന് അറിയിക്കുമ്പോൾ അതിൻ്റെ നടപടി സ്വീകരിക്കേണ്ടത് പഞ്ചായത്താണ്. അതിനുശേഷം സർക്കാർ ഇപ്പോൾ പട്ടിക ഇറക്കുന്നു. സർക്കാർ ഇപ്പോൾ ധനവകുപ്പിൽ നിന്ന് ഒരു പട്ടിക ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഇതുപോലെ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്ന ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കി ഇറക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ വീഴ്ച സർക്കാരിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഭാഗത്തുണ്ടായിട്ടുണ്ട്. ആരെങ്കിലും അനർഹരായി ഞങ്ങൾക്ക് വേണ്ട എന്ന് എഴുതി കൊടുത്താൽ അത് വളരെ വേഗത്തിൽ തന്നെ ഫിൽട്ടർ ചെയ്യാനുള്ള നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ഗൗരവതരമായ വീഴ്ച തന്നെയാണ്. അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ജയചന്ദ്രൻ കല്ലിങ്കൽ ജോയിന്റ് കൗൺസിലിന്റെ അധ്യക്ഷനുണ്ട്. ജയചന്ദ്രൻ കല്ലിങ്കൽ, ഇപ്പോൾ ഈ അനർഹമായി പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ
ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ഒരു വെറ്ററിനറി ഡോക്ടറായിരുന്നു. അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വളരെ കാലമായി ഭിന്നശേഷി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ്, ജോലി കിട്ടിയപ്പോൾ വേണ്ട എന്ന് വലയൻകീഴ് പഞ്ചായത്തിൽ എഴുതി കൊടുത്തിരുന്നു, പിന്നീട് ഈ പണം വന്നത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് അങ്ങനെ തന്നെ ആകാം. അപ്പോൾ സാങ്കേതിക പിഴവിന് ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരുന്ന സാഹചര്യമുണ്ടോ? എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഞാൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. വിശദമായ പരിശോധന കൂടാതെയാണ് ഈ ലിസ്റ്റുകൾ പുറത്തുവിട്ടത്. അതിന്റെ സാഹചര്യം, ഇത്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടതിന്റെ സാഹചര്യം പരിശോധിക്കണമെന്നും അത് എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ പെൻഷൻ വീണ്ടും തുടർന്ന് വാങ്ങാനുണ്ടായ ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കണമെന്നൊക്കെ ഞാൻ നേരത്തെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇതും കൂടി പുറത്തു വന്നപ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടല്ലോ. നമ്മൾ ഇന്നലെ മുതൽ കാണുകയാണ് ആരോഗ്യവകുപ്പിന്, മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് മണ്ണ് സംരക്ഷണ വകുപ്പിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ 1458 പേരിൽ ഭൂരിഭാഗം പേരും വികലാംഗരോ അല്ലെങ്കിൽ വിധവകളോ ഒക്കെയാണ്. അപ്പോൾ ചില ആൾക്കാർ പണം 1600 രൂപ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാതെ വാങ്ങുന്നവരുണ്ടാവും, മനഃപൂർവ്വം വാങ്ങുന്നവരുണ്ടാവും. എന്തായാലും ആ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പഞ്ചായത്ത് സമിതികൾ, ക്ഷേമകാര്യ സമിതികൾ വർഷം തോറും പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമാണല്ലോ നടക്കുന്നത്. ഒരു ഡീറ്റെയിൽഡായ പരിശോധന ഇക്കാര്യത്തിനകത്ത് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പൊ ബോധ്യപ്പെട്ടു. ഇപ്പൊ ഇവർ തന്നെ പറയുന്നത് ബോധ്യപ്പെടുന്നല്ലോ. അവർക്ക് ചിലർക്ക് അറിയാൻ കഴിയില്ല, ബാങ്കിന് 1600 വരുന്നത് അല്പം ഉയർന്ന ശമ്പളമുള്ളവർക്കാണെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. എന്തായിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ഈ 1458 വരെയും സംബന്ധിച്ച് വിശദമായ ഒരു പഠനം നടത്തി അവർ ഏത് സാഹചര്യത്തിൽ വാങ്ങി അവരുടെ ഇങ്ങനെ ഒരു കേസ് കൂടി വന്ന സാഹചര്യത്തിൽ അവധാനതക്കുറവുണ്ടായോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ എന്ന സംശയവും ഉയരുന്നുണ്ട്. വിശദമായ പരിശോധന അനിവാര്യമായി വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങൾ കാണുന്നുണ്ട്, അതിലേക്ക്. പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷം